മഹാഭാരതത്തിൽ വളരെ ശക്തരായ, ഒരുപാട് വേഗത്തിൽ സഞ്ചരിക്കുന്ന, ഗാംഭീര്യമുള്ള ശരീരമുള്ള, തലയെടുപ്പുള്ള ധാരാളം കുതിരകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുതിരകൾ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ ഓടിച്ചിരുന്ന, അർജുനൻ യാത്ര ചെയ്തിരുന്ന രഥത്തിലെ 4 കുതിരകളാണ്. എന്നാൽ ഈ കുതിരകളോളമോ അല്ലെങ്കിൽ ഈ കുതിരകൾക്ക് മുകളിലോ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു കുതിര കൂടി മഹാഭാരതത്തിലുണ്ട്. ആ കുതിരയുടെ പേര് വായുജിത്താണ്. വായുജിത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വായുവിനേക്കാൾ വേഗതയുള്ളവൻ എന്നാണ്. ഈ കുതിരയുടെ ഉടമസ്ഥൻ കർണനായിരുന്നു. കർണൻ ദിഗ്വിജയത്തിനായി പോയപ്പോ കർണനോടൊപ്പം യുദ്ധത്തിലെല്ലാം പങ്കെടുത്തത് ഈ കുതിരയാണ്. കർണൻ കുരുക്ഷേത്രത്തിൽ അവസാന യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴും ഈ കുതിര കർണനോടൊപ്പം ഉണ്ടായിരുന്നു. കർണൻ ജയിച്ച യുദ്ധങ്ങളിലെല്ലാം കർണനെ നയിക്കുകയും കർണനോടൊപ്പം സഞ്ചരിക്കുകയും കർണൻ മരണമടഞ്ഞ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് കർണന് അപകട മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് ഈ വായുജിത്ത് എന്ന കുതിരയാണ്. വെള്ള നിറത്തിലുള്ള, വളരെ വലിയ ശരീരമുള്ള, വളരെ വലിയ നീളത്തിലുള്ള വാലുള്ള, വേണ്ടി വന്നാൽ ആക്രമണങ്ങൾക്ക് പോലും തയ്യാറാകുന്ന തരത്തിലുള്ള വളരെ വലിയ ഒരു അശ്വമായിരുന്നു ഈ വായുജിത്ത് എന്ന് പറയുന്നത്. കർണന്റെ മരണശേഷം വായുജിത്ത് എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ കുതിര അവിടമാകെ വ്യസനത്തോടുകൂടി അലഞ്ഞു തിരിയുന്നതായിട്ട് ഇതിഹാസത്തിൽ പറയുന്നുണ്ട്. ആനകളെയും നായകളെയും മറ്റു പല കുതിരകളെയുമൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ആ കർണന്റെ കുതിരയായ വായുജിത്തിനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ് എന്നൊന്നും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കും മുറയ്ക്കും വളരെ അപൂർവമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള വായുജിത്ത് എന്ന് പറയുന്ന ഒരു കുതിര കൂടി മഹാഭാരതത്തിൽ കർണനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും.